ഇന്ന് ഞങ്ങൾ 3 പേരുടെ നിന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരി രാധികയെ നല്ലതായിട്ട് കാറൊക്കെ ഓടിക്കാൻ പഠിച്ചു എന്ന് കേട്ടു. ഞാൻ പക്ഷേ അവിടെ കൂടി ഇതുവരെ പുറത്തൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ നിന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ലതായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വണ്ടി വിട്ട് കഴിഞ്ഞാൽ അവൾ ചില്ലായിട്ട് പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി കേട്ടോ. കൂട്ടത്തിൽ ഒരാളെങ്കിലും നല്ലതായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഓർത്ത് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകാമല്ലോ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിന്ന് പോകുന്നത് ഹരിപ്പാടുള്ള വിയ്യപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. റാന്നി ഫോറസ്റ്റിൻ്റെ കീഴിലാണ് അവരത് സംരക്ഷിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നല്ല പുഴയും കാടും വള്ളവും ഇന്ന് വേണ്ട എല്ലാ ഇതും ഉണ്ട് കേട്ടോ. ഊഞ്ഞാലും നമുക്ക് ശാന്തമായിട്ട് ഇരുന്നിങ്ങനെ കുറേ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതാണ്ട് മുളങ്കാടുകളിലൂടെ നമുക്കിങ്ങനെ നടക്കാം. ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ ഇരിക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് കയറുന്നതിന് 30 രൂപയാണ് അവർ ഫീസായിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ ഐസ്ക്രീമും വെള്ളവും എല്ലാ സാധനങ്ങളും നമുക്കവിടെ വാങ്ങിക്കാൻ കടകളൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പുഴയുടെ സൗന്ദര്യം, ഇത് പമ്പാ നദിയാണ് കേട്ടോ. പമ്പാ നദിയുടെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ എന്താ രസമെന്നറിയോ. ഭയങ്കര തണുത്ത ഒരു അന്തരീക്ഷമാണ്. കാടിൻ്റെ ഒരു കാനിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ധൈര്യമായിട്ട് വിട്ടോ വിയ്യപുരത്തേക്ക്. അത്രയ്ക്ക് നല്ല പൊളി വൈബാണ് കേട്ടോ. നല്ല രസമാണ്. പഴയ വീടുകളും ഒക്കെ അവരങ്ങനെ തന്നെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു ഇത് കാണാൻ നമുക്ക് സാധിച്ചത്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക്. ഊഞ്ഞാലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാനും ഒക്കെ രസമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കാട്ടിലേക്ക് പോകാമെന്ന് വെച്ച് കാട്ടിലേക്ക് കയറാൻ 100 രൂപയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ മുള കൊണ്ടുണ്ടാക്കിയ ആ പാലത്തിലൂടെയൊക്കെ കടന്നാണ് നമ്മളങ്ങനെ പോകുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ കാണാൻ. അകത്ത് കയറിയപ്പോഴോ പണ്ട് നമ്മളിങ്ങനെ കാവിനകത്തൊക്കെ കാണുന്ന രീതിയിൽ വള്ളിച്ചെടികളും ഒരുപാട് മരങ്ങളും അതെല്ലാം ഉണ്ട്. നമുക്ക് ഗൈഡുണ്ട്, കൂടെ വരും. ഗൈഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. മക്കുവള്ളി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനൊരു വള്ളിച്ചെടിയാണ് നമുക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഭയങ്കര ഇഷ്ടമായി. ഉടനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അത്രയ്ക്ക് രസമാണ് ഇത് കാണാൻ. എന്ത് രസമായിരുന്നു. ഇത് കാടിനകത്താണ്. നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുത്താലേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾ കാട് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾ 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട് കയറുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് കാടൊക്കെ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടമുള്ളവരാണ് ഞങ്ങൾ 3 പേരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളിവിടെ എല്ലാം ചാടിത്തുള്ളി കാടിനകത്തൊക്കെ കയറി നടക്കുകയായിരുന്നു. അല്ലാതെ വന്യജീവികളോ അതൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇങ്ങനെ നടക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് പോവുകയാണ്.